സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ വീഡിയോക്കകത്ത് നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മളാണ് ഒരു കിഡ് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ആകുന്ന ഒരു ഗോൾഡ് ഫാം സെറ്റ് ആക്കാൻ പോവാണ്. സോ അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ ഫുള്ളായിട്ട് മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ നോക്കുക. സോ പിന്നെ ചാനൽ സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ല. നമ്മൾ റോഡ് ടു 1K അടുത്ത് എത്താറായിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ചാനൽ സബ് ചെയ്തൊന്ന് സെറ്റ് ആക്കുക, അറിയാലോ. സോ എന്തായാലും ഞാൻ ഒന്നും പറഞ്ഞ് താമസിക്കുന്നില്ല, അപ്പോൾ നേരെ പോകാം. സോ അഗൈൻ വെൽക്കം ബാക്ക്, ഇറ്റ്സ് മീ ലിവിൻ, യു ആർ വാച്ചിങ് മിസ്സിസ് ബോയ്. സോ നമ്മുടെ ബേസ് എന്തായാലും അത്യാവശ്യം നന്നായിട്ട് വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സോ ഞാൻ വേണ്ട ഈ ഒരു വശത്തായിട്ട് കുറച്ച് വീറ്റ് നട്ടു വെച്ചിട്ടുണ്ട്. ഫാം ഒന്നും ചെയ്യാൻ വേണ്ടി അല്ല, ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി. ഈ സൈഡ് ചുമ്മാ വെറുതെ ഇങ്ങനെ കിടക്കുന്നതൊക്കെ നല്ല കുറച്ച് ഫാം പോലെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. നമുക്ക് മാക്സിമം നമ്മുടെ ഈ വേൾഡിനകത്തുള്ള എല്ലാ സ്ഥലവും അങ്ങ് ഫിനിഷ് ആക്കണം. സോ അതാണ് ലക്ഷ്യം. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കോലം അങ്ങനെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ ഇത് ഉണ്ടാക്കാനുള്ളത് നല്ല ഈസിയാണ്. ഞാൻ എല്ലാ സംഭവം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 മാസം മുമ്പ് തന്നെ എല്ലാം കളക്ട് ചെയ്ത് വെച്ചാണ്. ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും തോന്നിയിട്ടുള്ളത് സൺഫ്ലവർ മാത്രമാണ്. അതാണ് കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത്. സോ പിന്നെ ഈ ഒരു വശത്തായിട്ട് ഞാനാണെങ്കിൽ ഒന്ന് പ്ലെയിൻസ് ആക്കിയിട്ടുണ്ട്. അടിപൊളി രാത്രികാരായിട്ടുണ്ട്. അതുപോട്ടെ. സോ ഈ വശത്തായിട്ട് ഞാൻ കുറച്ച് പ്ലെയിൻസ് ആക്കിയിട്ടുണ്ട് ഡേർട്ട് വെച്ച്. സോ ഇപ്പം കുറച്ചും കൂടെ ഇടയിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു കുളവും പിന്നെ ഒരു വിൻഡ് മില്ലൊക്കെ സെറ്റാക്കാനാണ് എൻ്റെ പ്ലാന്. അതൊക്കെ വരുന്ന എപ്പിസോഡിൽ. സോ നമ്മൾ കഴിഞ്ഞ അവിടുത്തെ എപ്പിസോഡിൽ ഈ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് പിന്നെ ഇത് തിരിഞ്ഞു നോക്കിയില്ല. സോ ഇത് വർക്കാന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും വലിയ പിടിയില്ല. പിന്നെ ഞാൻ കയറി നോക്കിയില്ല. സോ വർക്കൊക്കെ ആകുന്നുണ്ട് കേട്ടോ. 2 സ്റ്റാക്ക് ആയിട്ടുണ്ട്. ഏകദേശം 2 സ്റ്റാക്ക് അതായിട്ടുണ്ട്. സോ ഈ തവണ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഒരു സ്ഥലത്തേക്കാണ്. സോ ഇവിടെ കുറച്ച് പ്ലെയിൻസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടും അത്യാവശ്യം ഇടയുള്ളത് കൊണ്ടും ഈ ഒരു സ്ഥലത്തേക്കാണ് ഉണ്ടാക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. സോ എൻ്റെ ബ്ലാക്ക് പെട്ടി അങ്ങ് എടുത്തേക്കാം. സോ എല്ലാം ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈ സൺഫ്ലവർ മാത്രമാണ്. സോ പക്ഷേ ഈ തന്നെ ലപ്പുണ്ട്. എനിക്കതാണ്ട് 5000 ബ്ലോക്ക് മാത്രമേ പോകേണ്ട വന്നേ ഉള്ളൂ ഈ സൺഫ്ലവർ കണ്ടുപിടിക്കാൻ. സാധാരണ 10000 ബ്ലോക്ക് പോലും കിട്ടാത്തതാണ്. ഇത്തവണ 5000 ബ്ലോക്ക് പോയപ്പോൾ ആ സാധനം കിട്ടി. അതിലെന്തെങ്കിലും സന്തോഷമുണ്ട്. സോ ഈ സൺഫ്ലവർ എന്നാത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫാം ഉണ്ടാക്കണമെങ്കിൽ ഒരു ദിശയിലേക്ക് മാത്രം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഈ സൺഫ്ലവർ വെച്ചിട്ട് എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത് അങ്ങോട്ടാണ്. ഇതിപ്പോൾ സൂര്യനെ നോക്കി ഫേസ് ചെയ്യുവാണല്ലോ. സോ അങ്ങോട്ട് നോക്കിയാണ് നമ്മളിത് ഉണ്ടാക്കേണ്ടത്. സോ എന്തായാലും ഞാൻ ടൈം ലാപ്സ് കാണിക്കുന്നില്ല. നിങ്ങളെ കൂടെ പഠിപ്പിച്ചു തരാൻ വേണ്ടി ഞാൻ ട്യൂട്ടോറിയൽ കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് നോക്കിയിരുന്നോ. സോ ഫസ്റ്റ് തന്നെ ഒരു 23 ബ്ലോക്ക് ഇങ്ങനെ നിരത്തി വെക്കണം. നമ്മൾ 21/21 ഒരു പോർട്ടലാണ് സെറ്റാക്കാൻ പോകുന്നത്. സോ 23 ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. സോ ഇനി ചെയ്യേണ്ടത് വീണ്ടും ഒരു 22 ബ്ലോക്ക് എടുത്തിട്ട് ഈ 23ാമത്തെ ബ്ലോക്കിൽ നിന്ന് മേളിലേക്ക് പോകണം. സോ ഇപ്പം മേളിലെത്തി കറക്റ്റായിട്ടുണ്ട്. സോ ഇനി അറിയാലോ, ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. സോ എന്തായാലും ഞാൻ ഫിനിഷ് ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. സോ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അങ്ങനെ ഒരു പോൾട്ടർ സെറ്റാക്കി. സോ ഇതിപ്പം നോക്കിയാൽ ഇങ്ങനെ ഇരിക്കും 21/1. സോ ഇനി ഇത് ലൈറ്റും കൂടെ ആകുന്നുണ്ടോ എന്ന് നോക്കിയേക്ക്. ലൈറ്റും കൂടെ ആയില്ല മുഞ്ചും, അതുകൊണ്ടൊന്ന് ഓണാക്കിയേക്കാം. ഒക്കെ സെറ്റായിട്ടുണ്ട്. സോ ഇനി ഇതങ്ങ് പൊട്ടിച്ച് കളഞ്ഞേക്കാം, അല്ല ഭയങ്കര അനോയിങ് ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും. സോ ഓക്കെ. സോ ഇനി ഇതേ പോർട്ടൽ നമ്മളിനി 3 എണ്ണം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ടോട്ടൽ 4 പോർട്ടലാണ് നമ്മൾ സെറ്റാക്കുന്നത് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി. സോ പക്ഷേ ചുമ്മാ അങ്ങ് വെക്കാൻ പറ്റത്തില്ല. നമ്മളൊരു 3 ബ്ലോക്കിൻ്റെ ഡിസ്റ്റൻസിലെ നമുക്ക് ഇതങ്ങ് പണിയാൻ പറ്റത്തുള്ളൂ. ഒരു 3 ബ്ലോക്ക് ഡിസ്റ്റൻസിൽ മാറ്റിയേ അടുത്ത പോർട്ടൽ സെറ്റാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇനി ബാക്കി എല്ലാ പോർട്ടലും സെറ്റാക്കിയിട്ട് വരാം. സോ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ 4 പോർട്ടലും സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനിയും പോർട്ടൽ വെക്കാം, പക്ഷേ ലാഗ് കൂട്ടും നന്നായിട്ട്. പിന്നെ അത്ര എഫിഷ്യൻസിയുടെ ആവശ്യം നമുക്കില്ല, അതുകൊണ്ട് ഇത്ര തന്നെ ധാരാളം. സോ അങ്ങനെ 4 പോർട്ടൽ വെച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ പറന്നു നോക്കി എന്നാ ഇല്ല നോക്കിയേ. എനിക്ക് വയ്യ. സോ ഇനി ഇതൊക്കെ അങ്ങ് പൊട്ടിച്ച് മാറ്റിയേക്കാം. എന്നിട്ട് നമുക്കിവിടെ കുറച്ച് ലാൻഡ്, ഈ ടെറൈൻ ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിലിരിക്കുന്ന. സോ അതൊക്കെ നമുക്കൊന്ന് മാറ്റി കുറച്ച് പ്ലെയിൻസ് ആക്കണം. സോ ഇതെല്ലാം പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. സോ എന്തായാലും ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇതൊന്ന് പ്ലെയിൻസ് ആക്കട്ടെ ഡേർട്ട് വെച്ച്. സോ എന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാൻ കണ്ട മൊത്തം കുഴിയായിട്ടിരിക്കുന്നത്. സോ അങ്ങനെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇതിൻ്റെ ഈ സൈഡിലേക്ക് ഒരു ചാല് സെറ്റാക്കണം. സോ ഇങ്ങനെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങ് മൈൻഡ് ചെയ്തങ്ങ് പോയാൽ മതി. സോ ഇനി ഇത് തീരുമ്പോഴും അവിടെ നിന്ന് ഇത് വെക്കേണ്ടതാണ്, കുഴിക്കേണ്ടതാണ്. സോ അതുകൊണ്ട് ഇവിടെ. സോ ഇവിടെ നിന്ന് കറക്റ്റ് കുഴിച്ച് ആ പോർട്ടൽ തീരുമ്പോൾ ഈ വെള്ളം തീരേണ്ടതാണ്. അങ്ങനെ കണ്ട അത് കറക്റ്റ്. സോ ഇത് ഞാൻ പണ്ടും കാണാൻ ഉണ്ടാക്കിയത്, എനിക്കിപ്പം കറക്റ്റ് ഓർമ്മയൊന്നും ഇല്ല. സോ ഇത് പൊട്ടിച്ച് കഴിയുമ്പം ഇവിടെ കറക്റ്റായിട്ട് തീരേണ്ടതാണ്. അതെ സെറ്റ്. സോ ഇങ്ങനെ 4
പോർട്ടലിലും ഒരു ചാലുണ്ടാക്കണം. അതേപോലെ ഈ ചാലിരിക്കേണ്ടത് നമ്മുടെ സൺഫ്ലവർ എങ്ങോട്ടാണോ ഫേസ് ചെയ്തിരിക്കുന്നത് ആ വശത്തേക്കാണ് പോർട്ടലിൻ്റെ. അതായത് ഇതിപ്പം റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. സോ അതേപോലെ പോർട്ടലിൻ്റെ റൈറ്റ് സൈഡിൽ ഈ 4 സ്ഥലത്തും വെക്കട്ടെ. ഓക്കെ, അങ്ങനെ 4 സ്ഥലത്തും വെച്ചിട്ടുണ്ട്. 4 സ്ഥലത്ത് വെക്കുക മാത്രമല്ല, ഞാൻ ഈ നടുക്കായിട്ട് ഞാനാണെങ്കിൽ കുറച്ച് ഇടയും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ആയിരിക്കും ലാസ്റ്റ് കില്ലിംഗ് ചേമ്പർ നമുക്ക് പണിയേണ്ടത്. സോ അത് പണിയുന്നതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ച് കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. സോ അതല്ലാതെ അത് വർക്കാകുന്നുണ്ടോ നോക്കിയിട്ട് നമുക്ക് ബാക്കി പണിയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പം മുഞ്ചിപ്പോവും. ഓക്കെ, കുറച്ച് ഡീസ്പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. സോ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു വശത്തേക്ക് വന്നിട്ട് ഒരു 4 ബ്ലോക്ക് മേളിലേക്ക് പണിയണം. സോ എന്നിട്ട് സൈഡിലേക്ക് വന്നിട്ട് നമ്മുടെ അതിൻ്റെ പേരായിരുന്നു ഡിസ്പെൻസർ എടുത്ത് വേണ്ട പോകുന്നാക്കി. സോ ഇവിടെ ആയിട്ടൊന്ന് വെക്കണം. സോ അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് വേണ്ട ഇവിടെയും. സോ ഇത് ഒരു ബ്ലോക്കും കൂടെ പൊക്കിയാണോ വെക്കേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്കില്ല. എന്നിട്ട് ഈ ബ്ലോക്ക് മാറ്റി ഇവിടെ ഒരു ഒബ്സർവറും, എന്നിട്ട് ഇനി ഇതിൻ്റെ മേളിൽ കയറണം. സോ എന്നിട്ട് ഇതിൻ്റെ മേളിൽ കയറി ഇവിടെ ഒരു ഒബ്സർവർ വെക്കുക. സോ ഇപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ടായിട്ടുണ്ട്, ക്ലോക്ക്. സോ ഇതേ ഒരു സംഭവം തന്നെ ഈ ഒരു സെൻറ്റർ വിട്ടിട്ട് ഈ സൈഡിലും കൂടെ നമ്മൾ സെറ്റാക്കണം. സോ എന്തായാലും ഞാൻ ഇതൊന്ന് സെറ്റാക്കട്ടെ, എന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. സോ അങ്ങനെ 2 എണ്ണം സെറ്റാക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇതിന് ഒരു ഓൺ ഓഫ് സ്വിച്ചും കൂടെ കൊടുക്കണം. സോ അതെങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലോക്ക് വെച്ച് ഇങ്ങനെ വന്ന് അതന്നെ ഇവിടെ ബ്ലോക്ക് ഉണ്ട്. സോ ഇതൊന്ന് പൊട്ടിച്ച് മാറ്റട്ടെ. സോ ഇതും പൊട്ടിച്ച് മാറ്റി ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കുക. സോ എന്നിട്ട് നമ്മുടെ റിപ്പീറ്റർ എടുത്ത് ഒന്ന് ഇവിടെ വെക്കുക, എന്നിട്ട് ഒന്ന് അപ്പുറത്ത് പോയിട്ട് ഇവിടെയും വെക്കുക. ഒരു രീതിയിൽ നിൽക്കട്ടെ. സോ ഇവിടെയും വെക്കുക. എന്നിട്ട് നമ്മുടെ റെസ്റ്റോൺ എടുത്ത് നേരെ അങ്ങ് ഓടിച്ചു വിടുക. സോ എന്നിട്ട് നമ്മുടെ ലിവർ എടുത്ത് ഇതിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ നോക്കി അവിടെ കൊണ്ടുപോയി വെക്കുക. സോ ഇനി ഇത് ഓണാക്കി കഴിഞ്ഞാൽ ഇത് ഓഫാവും. സോ ഇപ്പം നമ്മുടെ ഫാം ഓഫായിട്ടാണ് ഇരിക്കുന്നത്. സോ ഇനി നമുക്ക് ഇതിൻ്റെ പുറകിൽ കുറച്ച് കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. സോ അതും കൂടെ ഒന്ന് ചെയ്യട്ടെ. സോ അതിൻ്റെ പുറകിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് സാധനം എടുക്കട്ടെ ആദ്യം. ഓക്കെ, പുറകിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 6-7 ബ്ലോക്ക് മാറി ഇവിടെ നിന്ന് ഒരു 5 ബ്ലോക്ക് മുകളിലേക്ക് പണിയണം. 1 2 3 5 ബ്ലോക്ക് മുകളിലേക്ക് പണിയണം. അതേപടി ഒരു 7 ബ്ലോക്ക് 7ആണോ 6ആണോ നോക്കട്ടെ. ആദ്യം ഞാൻ 7 ബ്ലോക്ക് മാറി നോക്കട്ടെ, അത് ഞാൻ മറന്നുപോയി. വീണ്ടും ഒരു 5 ബ്ലോക്ക് വെക്കുക. സോ കറക്റ്റാണോ ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. സോ പിന്നെ ഇവിടെ നിന്നാണ് ഒബ്സർവർ വെക്കേണ്ടത്, അല്ല. സോ ഇത് 6 ബ്ലോക്കാണ് വേണ്ടത്, ഇപ്പോഴാണ് ഓർമ്മ വന്നത്. സോ ഇതങ്ങ് പൊട്ടിച്ച് മാറ്റിയേക്ക്, എന്നിട്ട് ഇതങ്ങ് വെച്ചേക്ക്. സോ ഓക്കെ, അങ്ങനെ 6 ബ്ലോക്കിലല്ലേ നിൽക്കുന്നത്. സോ എന്നിട്ട് ഈ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ ഒബ്സർവർ പുറകിൽ നിന്ന് മുന്നിലേക്ക് വെക്കണം. സോ ആദ്യം ഇതൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് വെക്കട്ടെ. ശല്യമാണല്ലോ. ഓക്കെ, അത് വെച്ചിട്ടുണ്ട്. സോ ഇനി ചെയ്യേണ്ടത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലേക്ക് വന്ന് ഈ ബ്ലോക്ക് മാറ്റി ഇവിടെ ആയിട്ട് ഒരു ഒബ്സർവർ വെക്കണം. സോ അപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ മേളിലേക്ക് കയറി ഈ ഒരു വശത്തെ 2 സൈഡിലും ഇങ്ങനെ ബ്ലോക്ക് അങ്ങ് നിരത്തി വെക്കണം. സോ ഇവിടെ ഓക്കെ, ഈ സൈഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇവിടെയും സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഈ ട്രാപ്പ് ഡോർ എടുത്ത് നേരെ ഈ 2 സൈഡിലും ഇങ്ങനെ അങ്ങ് തുറന്ന് വെക്കുക. സോ ഇവിടെയും കൂടെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സോ ഇനി നമ്മുടെ മെയിൻ കാര്യം ഇതും കൂടെ നോക്കട്ടെ. എന്നിട്ട് നമ്മുടെ ലാവ എടുത്ത് നേരെ വെക്കുക. സോ ഇത് അവിടെ വെച്ച് കഴിയുമ്പോൾ ഇത് ഓണാണ്ട് അതെ ഓണായിട്ടുണ്ട്. സെറ്റ്. സോ ഇത് ഇവിടെ വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആ ലാവ എടുത്ത് നേരെ സെൻറ്ററിൽ വെക്കാവുന്നതേ ഉള്ളൂ. കാരണം അതങ്ങ് വെക്കുമ്പോൾ ഈ അറ്റം വരെ എത്തത്തില്ല. അത് ചുമ്മാ ഒരു പങ്കിക്കിടാകണ്ടല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഓക്കെ സെറ്റ്. സോ ഇനി ഇതേ ഒരു സംഭവത്തിന് മുമ്പ് ഈ സരിയത്തെ ഇതൊന്ന് മാറ്റട്ടെ. സോ ഇതങ്ങ് പൊട്ടിച്ച് മാറ്റിയേക്കാം, ഇതിൻ്റെ ആവശ്യമില്ല, ഇതങ്ങ് ഏറിയിരുന്നോളും. സോ ഇനി ഇതേ സംഭവം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു സെൻറ്റർ മാറ്റി ഈ ഒരു വശത്തേക്ക് പണിയണം. സോ എന്തായാലും ഞാൻ അതൊന്ന് പണിയട്ടെ, എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. സോ ഇനി ഈ ഡിസ്പെൻസറിൽ ഓരോ വാട്ടർ ബക്കറ്റ് വെച്ച് അങ്ങ് വെച്ച് കൊടുത്തേക്ക്. സോ
ഓക്കെ, വാട്ടർ ബക്കറ്റ് വെക്കുക മാത്രമല്ല, പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഈ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. സൈൻ ബോർഡ് എടുത്ത് നമ്മുടെ ഡിസ്പെൻസറിൻ്റെ തൊട്ട് താഴെ 2 ബ്ലോക്ക് മാറി വെക്കുക. ഇതാണ് ഇവിടെ വെള്ളം താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ വെള്ളം താഴേക്ക് പോയി അവിടെ സ്റ്റക്കായി നിൽക്കും പിക്ലിൻസൊക്കെ. സോ ഓക്കെ വെച്ചിട്ടുണ്ട്. സോ ഇതും കൂടെ മാറ്റട്ടെ. സോ ഈ ഒരു സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ അതായത് 3 ബ്ലോക്ക് വെക്കുക. അതായത് ഇങ്ങനെ ഒരു ഭാഗത്ത് വരുമ്പോൾ 3 ബ്ലോക്ക് ഇങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെ വാട്ടറിൻ്റെ കാര്യമെല്ലാം സെറ്റായിട്ടുണ്ട്. സോ അങ്ങനെ മെയിൻ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് വയ്യ. സോ ഇനി അടുത്ത കാര്യം നമുക്ക് കില്ലിംഗ് ചേമ്പർ സെറ്റാക്കണം. സോ കില്ലിംഗ് ചേമ്പർ സെറ്റാക്കുമ്പോൾ നമ്മളാണ് ഇവിടെ നിന്ന് വന്ന് 2 ബ്ലോക്ക് താഴേക്ക് കുഴിക്കണം. ഓക്കെ, 2 ബ്ലോക്ക് താഴേക്ക് കുഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു വശത്തേക്ക് വന്ന് ഇവിടെ നിന്ന് ഒരു ബ്ലോക്ക് അങ്ങ് കുഴിച്ച് മേലേക്ക് അങ്ങ് മാറ്റുക. കാരണം ഇത് നമുക്കൊരു സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ കുഴിച്ചത്. സോ ഇപ്പോൾ ഒരു സെൻറ്റർ ആയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സെൻറ്റർ. സോ ഇനി ഈ ബ്ലോക്കും കൂടെ കൂട്ടി ഈ ബ്ലോക്കും കൂടെ കൂട്ടി നമുക്കാണെങ്കിൽ 22 ബ്ലോക്ക് താഴേക്ക് വേണം. 21 ബ്ലോക്കും കൂടെ താഴേക്ക് വേണം. സോ അങ്ങനെ 22 ബ്ലോക്ക് താഴേക്ക് വന്നിട്ടുണ്ട്. സോ ഇന്ന് നമുക്കിവിടെ റൂം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഓക്കെ, ഒരു അത്യാവശ്യം കിടു റൂം സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇനിയാണ് മെയിൻ പരിപാടി. നമുക്ക് കില്ലിംഗ് ചേമ്പർ സെറ്റാക്കണം. സോ അതിന് മുമ്പ് നമുക്കൊരു കളക്ടർ സെറ്റാക്കണം. അതിന് ഈ 4 ബ്ലോക്ക് പൊട്ടിക്കുക. അതേ സ്ഥലത്ത് വീണ്ടും ഒരു 4 ബ്ലോക്ക് പൊട്ടിക്കുക. വീണ്ടും ഒരു 4 ബ്ലോക്ക് പൊട്ടിക്കുക. എന്നിട്ട് ഇവിടെ ആയിട്ട് ഒരു ചെസ്റ്റ് വെക്കുക. ഓക്കെ, ഡബിൾ ചെസ്റ്റ് വെച്ച് വയ്ക്കാം. സോ എന്നിട്ട് ഇനി ഇവിടെ 2 എണ്ണം കുഴിക്കട്ടെ. ഇവിടെ 2 എണ്ണം കൂടെ കുഴിച്ച് നമ്മുടെ ചെസ്റ്റ് എടുത്ത് ഇവിടെ ഒന്ന് വെക്കുക. ഇത് നമ്മൾ ടെമ്പററി ആയിട്ട് വെക്കുന്നതാണ്. നമുക്ക് ഇവിടെ സോർട്ടി സിസ്റ്റം സെറ്റ് ആക്കണം. ഞാൻ ഓഫ്ലൈനിൽ ചെയ്തോളാം, അതിൽ വിഷയമൊന്നുമില്ല. സോ ഇവിടെ 2 ഹോപ്പർ വെക്കുക. എന്നിട്ട് ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാനുണ്ട്, അതും കൂടെ ഒന്ന് വെക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ വെക്കുക. സോ ഓക്കെ, ആ പരിപാടി തീർന്നു. സോ ഇനി ഒരു റെയിൽ വെച്ചൊരു മൈൻ കാട്ട് വെക്കുക ഈ 4 ഹോപ്പറിൻ്റെ മുകളിൽ. കാരണം കളക്ട് ചെയ്യണമല്ലോ. സോ 4 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ സ്ലാബും വെക്കുക. സെറ്റ്. അങ്ങനെ മെയിൻ പരിപാടിയെല്ലാം തീർന്നിട്ടുണ്ട്. സോ 4 ബ്ലോക്കും കൂടെ എൻ്റെ മേളിൽ വെക്കുക. സോ എന്നിട്ട് 4 ബ്ലോക്ക് ഈ 4 സൈഡിലും വെച്ചിട്ട് 4 ഇതിൻ്റെ പിന്നെ പിസ്റ്റണും എടുത്ത് വെക്കുക ഇങ്ങനെ. എന്നിട്ട് നമ്മുടെ ഒബ്സർവർ അടിപൊളി ഒബ്സർവർ തീർന്ന് ഞാൻ എടുത്തുകൊണ്ട് വരട്ടെ. സോ ഒബ്സർവർ എടുത്തിട്ട് നമ്മുടെ പിസ്റ്റണിലേക്ക് ഫേസ് ആവുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് പിസ്റ്റൻ്റെ 4 സൈഡിലും 4 പിസ്റ്റണിലും ഓരോ റെസ്റ്റോൺ ടോർച്ച് അങ്ങ് വെച്ചേക്കുക. സോ ഇതും കൂടെ വെച്ചിരുന്ന് ഇവിടെ ഒരു ക്ലോക്ക് സെറ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഒരു ലിവറും കൂടെ വെച്ചിട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഈ ക്ലോക്ക് ഓഫ് ആകുന്നത് ഓണാക്കാൻ നമുക്ക് സെറ്റാക്കാൻ പറ്റും. ഇനി നമ്മുടെ സ്റ്റോൺ എടുത്ത് ബാക്കി 4 സൈഡിൽ അങ്ങ് വെച്ചേക്കുക. സോ 4 സൈഡിലല്ല 3 സൈഡിൽ. സോ ഇതൊന്ന് പിടിച്ച് വെച്ചിട്ടെ. സോ എന്നിട്ട് ഇവിടെ ആയിട്ട് നമ്മുടെ ആണെങ്കിൽ ഒരു ഇതിന് ഗ്ലാസ് വെക്കുക. എന്നിട്ട് സ്ലാബും ഇല്ലേ, അടിപൊളി. സോ സ്ലാബ് എടുത്തുകൊണ്ട് ഇവിടെയും വെക്കുക. അങ്ങനെ ഈ പരിപാടി ചെയ്ത് തീർത്തിട്ടുണ്ട്. അങ്ങനെ കില്ലിംഗ് ചേമ്പർ സെറ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഈ 4 ബട്ടൺസ് എടുത്ത് നമ്മുടെ മേളിൽ വന്നിട്ട് ഈ 2 സ്ഥലത്തും പിന്നെ അപ്പുറത്തേക്ക് ചാടി ഈ 2 സ്ഥലത്തേക്കും വെക്കുക. സോ അപ്പം ഇതിൻ്റെ പരിപാടി തീർന്നു. സോ എന്നിട്ട് നമ്മുടെ വെള്ളം എടുത്ത് ഇവിടെ മൊത്തം ഒഴിച്ചാൽ മതി. ഓക്കെ, ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ വെള്ളമെല്ലാം സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മെയിൻ പരിപാടി ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. അതായത് ഞാനിവിടെ ഒരു പോർട്ടൽ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വില്ലേജറെ കൊണ്ടുവരാൻ വേണ്ടി. സോ ഈ പോർട്ടലിൻ്റെ അകത്ത് കയറിയിട്ട് ഇതിൻ്റെ 2 സൈഡിൽ നമുക്കൊരു 2 ബ്ലോക്ക് എന്ന രീതിയിൽ ഒരു കുഴി ഉണ്ടാക്കി വെക്കണം. കാരണം ഇല്ലെങ്കിൽ അവന്മാർ ചിലപ്പോൾ ആഗ്രഹമായിട്ട് ചിലവർ ഇതിൻ്റെ അകത്ത് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. സോ അവർ നമ്മളെ കൊല്ലാൻ നടക്കും. ഇതിൻ്റെ അത് പിന്നെ നെതർ കയറിയ സ്പോട്ടിന് ഡൈ ആവും. അതുകൊണ്ട് 2 സൈഡിലും സെറ്റാക്കുക. സോ എന്നിട്ട് നമ്മുടെ ട്രേഡിൻ്റെ അടുത്ത് ഈ ഓട്ടയിലൂടെ അങ്ങ് ഇടുക. സോ അങ്ങനെ കില്ലിംഗ് ചേമ്പർ എല്ലാ പരിപാടിയും സെറ്റായിട്ടുണ്ട്. സോ നമുക്ക് മേളിലേക്ക് കയറി അതങ്ങ് ഓണാക്കിയാൽ മതി. സോ ഓണാക്കിയിട്ടുണ്ട്. ഇത് വർക്കാകുന്നുണ്ട്. സോ ഇനി അവന്മാർ വന്ന് ഇവിടെ താഴേക്ക് വീഴുന്നുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ, അങ്ങനെ ഫൈനലി ഇറ്റ് ഈസ് വർക്കിംഗ്. സോ ഇത് നന്നായിട്ട് വർക്കാകുന്നുണ്ട്. പിന്നെ ഈ കുന്തം പിടിച്ചിരിക്കുന്നതിനെ ഒന്ന് സൂക്ഷിക്കണം. പിന്നെ നമ്മുടെ കയ്യിൽ ലൂട്ടിൻ 3യുടെ സോഡും കൂടെ ഉണ്ട്, പറയണ്ട. അതും ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. കാരണം അപ്പോൾ നല്ല കൂടെ ഡ്രോപ്പ് കിട്ടും. സോ അതുകൊണ്ട് അതും പിടിക്കുക. സോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇന്നത്തെ വീഡിയോ എന്തായാലും 1.5 മണിക്കൂർ എടുത്തു. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ, സീ യു, ഗുഡ്.